സ്ത്രീകളോട് നിരന്തരം മോശപ്പെരുമാറ്റം നടത്തിയ DCC ജനറൽ സെക്രട്ടറി ടി രഘുനാഥൻ നായരെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വ്യാപക പ്രതിഷേധം. വിഷയത്തിൽ പ്രതിഷേധിച്ച് കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം റസിയ അൻസാർ രാജിവെച്ചു. റസിയ നൽകിയ പരാതിയിൽ KPCC നടപടിയെടുക്കാത്തതിന് പിന്നാലെയാണ് രാജി. കല്ലറ ബ്ലോക്ക് പ്രസിഡന്റ് B സുശീലനാണ് രാജിക്കത്ത് നൽകിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, പല തലങ്ങളിൽ റസിയ അൻസാർ പരാതി നൽകിയിരുന്നു. ആ പരാതി ചവറ്റുകുട്ടയിൽ തള്ളിയ ഒരു സാഹചര്യത്തിലാണ് രഘുനാഥൻ നായരെ സംരക്ഷിക്കുന്നതും സ്ഥാനാർത്ഥിയാക്കലും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ റസിയ അൻസാറിൻ്റെ രാജി. നേരത്തെ കമലേഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. പലരും രാജിവെക്കാൻ ഒരുങ്ങുകയാണോ നിലവിൽ? സിജു, തീർച്ചയായും ഇത് തിരുവനന്തപുരത്തെ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള സ്ത്രീകളെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയായിട്ടുള്ള പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് സീറ്റ് നൽകുന്ന ഒരു സ്ഥിതിയാണ് കോൺഗ്രസിനകത്തുള്ളത്. അതിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് കല്ലറയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലൊരു വലിയ രാജി ഉണ്ടായിട്ടുള്ളത്. കല്ലറയിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റസിയ അൻസാർ രാജിവെച്ചിരിക്കുന്നു. ആ സ്ഥാനത്ത് നിന്നും സാധാരണ പ്രവർത്തകയായി തുടരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പ്രസിഡന്റ് B സുശീലനാണ് രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന നിലവിലെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രഘുനാഥൻ നായർ നേരത്തെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെ പലതരത്തിൽ ഈ മോശമായി ഇടപെടുന്ന നിരന്തരം ഇത്തരത്തിൽ മോശം അവഹേളിക്കുന്ന നിലയിലുള്ള പെരുമാറ്റം നടത്തിയിട്ടുള്ള ആളാണ്. ഇത്തരം പരാതികൾ നേരത്തെ തന്നെ റസിയ അൻസാർ, KPCC അധ്യക്ഷൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രമണി P നായർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പരാതി നേരത്തെ നൽകിയിട്ടുണ്ട്. ഇതിൽ രമണി P നായരുമായി സംസാരിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലയിൽ പല തലങ്ങളിൽ ഈ രഘുനാഥൻ നായരെ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും ഈ പരാതികളെല്ലാം അവഗണിക്കുന്ന ഒരു നിലയാണ് KPCCയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേ പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിൽ രഘുനാഥൻ നായരെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം പുറത്തുവരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് റസിയ അൻസാർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു രാജിക്കത്ത് ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റിന് നൽകിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇവരോടൊപ്പം പല ആളുകളും ഈ രഘുനാഥൻ നായർക്കെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. രഘുനാഥൻ നായരെ തന്നെയാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ തങ്ങളെല്ലാവരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന ഭീഷണി നേരത്തെ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ റസിയ അൻസാർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് രാജിവെച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഈ കല്ലറ മേഖലയിൽ അല്ലെങ്കിൽ ഈ പെരിങ്ങമല മേഖലയിലൊക്കെ തന്നെ രാജിയിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു. ശരി, കമലേഷാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.